സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ആണോ നിങ്ങൾ അപ്ലൈ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കണം. അതിനായിട്ട് നമുക്ക് കേസ് മാർട്ടിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് പെർമിറ്റ് അപ്രൂവലിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഈ പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്, അതായത് ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അങ്ങനെയാണെങ്കിൽ വീഡിയോയിലേക്ക് കിടക്കും. ലൈസൻസിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സ്ക്രീനിൽ ഇൻബോക്സ് ആയിരിക്കും ആദ്യം കാണിക്കുക. അതിൽ സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സർവീസസിൽ പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് മൂന്നാമതായിട്ട് കാണുന്ന ആ ടാബിൽ നമുക്ക് പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് വരുന്ന സ്ക്രീനിൽ നമ്മൾ ഇതുവരെ പെർമിറ്റ് എടുത്തു കൊടുത്ത സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ഒക്കെ കൊടുത്ത ബിൽഡിങ്സിൻ്റെ അല്ലെങ്കിൽ ജനറൽ പെർമിറ്റും എല്ലാം നമുക്കവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും എൻഡിൽ ആക്ഷൻ എന്നൊരു ബട്ടൺ ഉണ്ട്. ഐക്കണ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് സബ്മിറ്റ് ചെയ്ത പെർമിറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും വരിക. പെർമിറ്റ് ഡീറ്റെയിൽസ്, ഫീ ഡീറ്റെയിൽസ്, അപ്രൂവ്ഡ് ഡ്രോയിങ്സ്, കറൻറ്റ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ്, പെർമിറ്റ് ഓർഡർ, അങ്ങനെയുള്ളതെല്ലാം ഇതിൽ കാണിക്കും. ജസ്റ്റ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് അത്രേ ഉള്ളൂ. ജസ്റ്റ് പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുതലാണ് നമ്മുടെ പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് അപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് ഡേറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ ആണ്. എന്നാണ് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തത്? അപ്പം ഞാൻ ഇതിൻ്റെ ഇൻസ്പെക്ഷൻ ചെയ്ത് 25 ഓഗസ്റ്റ് 2025 ആണ്. സോ ആ ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേജ് ഓഫ് കൺസ്ട്രക്ഷൻ സൈറ്റ് എന്താണ് സ്റ്റേജ്? പ്ലിന്ത് ലെവൽ കംപ്ലീറ്റഡ് ആണ്. സോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇൻസ്പെക്ഷൻ ഈസ് ഡൺ ഇൻ ദ പ്രസൻസ് ഓഫ്, ഓണറുടെ പ്രസൻസിലായിരിക്കണം ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത്. സോ അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2 ഓണേഴ്സ് ഉണ്ടെങ്കിൽ 2 പേരുടെ പേരും ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാളെ ഉള്ളതുകൊണ്ട് ഒരാളുടെ പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ആളെ നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. ഇനി ഒറ്റൊരു കൺസ്ട്രക്ഷനേ ഉള്ളൂ. ബ്ലോക്ക് 1 മാത്രമേ ഉള്ളൂ. ബ്ലോക്ക് 1 ന്യൂ കൺസ്ട്രക്ഷൻ, 2 ഫ്ലോറുള്ള, ഇത്ര ബിൽഡപ്പ് ഏരിയ ഉള്ള, ഫ്ലോർ ഏരിയ ഉള്ളൊരു ബിൽഡിംഗ് ആണെന്ന് അതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. നമ്മൾ പെർമിറ്റ് എടുത്ത കാര്യങ്ങളാണ്. പിന്നെ അവർ ചോദിക്കുന്നത് ഫ്രണ്ട് യാർഡ്, സൈഡ് യാർഡ്, അതുപോലെ തന്നെ റിയർ യാർഡ്. ഈ 4 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മൾ ഓൾറെഡി പെർമിറ്റ് എടുത്ത സമയത്ത് ഉണ്ടായിരുന്ന വാല്യൂസാണ് ഇവിടെ കിടക്കുന്നത്. സൈറ്റിൽ നമ്മൾ മെഷർ ചെയ്ത് ഇത് ചെക്ക് ചെയ്യാം. ഫ്രണ്ട് യാർഡ് കറക്റ്റ് ആണോ, സൈഡ് യാർഡ് കറക്റ്റ് ആണോ, എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 9.06 എന്നുള്ളത് 10 മീറ്റർ ആയിട്ടുണ്ടെങ്കിൽ 10 എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി സൈറ്റ് എന്താണോ അത് മാർക്ക് ചെയ്യുക. എന്നെ സംബന്ധിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ സെയിം വാല്യൂസ് തന്നെയാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. മാറ്റങ്ങളുണ്ടെങ്കിൽ ആ മാറ്റം വന്ന വാല്യൂ ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കുറയുകയാണെങ്കിലും കൂടുകയാണെങ്കിലും. പക്ഷേ റൂൾ വെരിഫിക്കേഷൻ മീൻസ് ആസ് പെർ റൂൾ ഇത് പ്രോപ്പറായിരിക്കണം. ഇനി മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ അബട്ടിംഗ് റോഡ് ആക്സസ് ടു അതർ ബിൽഡിംഗ് ഇൻ മീറ്റർ. അപ്രൂവ്ഡ് പ്ലാൻ പ്രകാരം എത്രയാണ് എന്നുള്ളത് നോക്കുക. 3 മീറ്റർ ആണെങ്കിൽ എത്രയാണോ ഞാനതിൽ കൊടുത്തിരിക്കുന്നത്, എനിക്കത് ഫ്രണ്ട് യാർഡായിട്ടാണ് വരുന്നത്. സോ 9.06 ആണ് അവിടെ ഉള്ളത്. പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതും 9.06 ആണ്. അപ്പം ഞാൻ അത് തന്നെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പ്ലിന്ത് ഏരിയ അപ്രൂവ്ഡ് പ്ലാൻ അനുസരിച്ച് 159.95 ആണ്. സൈറ്റിൽ ഞാൻ മെഷർ ചെയ്തപ്പോഴും സെയിം തന്നെയാണ് പ്ലിന്ത് ഏരിയ ആയിട്ട് വന്നത്. ഇനി പ്ലിന്ത് ലെവൽ അപ്ലോഡ് പ്ലിന്ത് ലെവൽ ഡ്രോയിങ്സ്. പ്ലിന്ത് ലെവൽ ഡ്രോയിങ്സ് ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് ഏരിയയിലോ അല്ലെങ്കിൽ ഓഫ്സെറ്റുകളിലോ ചേഞ്ച് വരാത്തത് കൊണ്ട് തന്നെ ഞാൻ പെർമിറ്റ് എടുത്ത സമയത്തുണ്ടായിരുന്ന സെയിം ഡ്രോയിങ്സ് തന്നെയാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ആ പ്ലാന് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഇനി നമുക്ക് കൂടുതൽ ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ, അതായത് സൈറ്റ് പ്ലാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സൈറ്റ് പ്ലാൻ കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. സൈറ്റ് പ്ലാന് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് 2 ഡോക്യുമെൻറ്റ്സാണ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. നമ്മുടെ പ്ലാനിൽ വല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സൈറ്റ് പ്ലാനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, പ്ലിന്ത് ഏരിയ നമ്മൾ എത്രയാണോ അതിനേക്കാൾ സൈറ്റിൽ കൂടാൻ പാടില്ല. കൂടുകയാണെങ്കിൽ റിവിഷൻ പെർമിറ്റാണ് ചെയ്യേണ്ടത്. കുറവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 159.95 ആണ് ഇവിടെ പ്ലിന്ത് ഏരിയ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ സൈറ്റിൽ ചെയ്തതിൽ എനിക്ക് 149 ഉള്ളൂ. അത് ഓക്കെ, അവർ അക്സെപ്റ്റ് ചെയ്യും. പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് സേവ് ചെയ്ത് മുന്നോട്ട് പോവാം. പക്ഷെ 159.95 പകരം ഞാനൊരു 165 ആയി
പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മെസ്സേജ് നമുക്ക് റിവീൽ വാല്യൂ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആസ് പെർ അപ്രൂവ്ഡ് പ്ലാൻ വാല്യൂ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്താണോ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് എടുത്ത പ്ലിന്ത് ഏരിയ അതിനേക്കാൾ ഒരു കാരണവശാലും നമുക്ക് പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് കൂടുതലാവാൻ പാടില്ല. അങ്ങനെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർമിറ്റ് റിവൈസ് ചെയ്ത് കൊടുക്കണം. റിവിഷൻ ഇൻ പെർമിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ പോസ്റ്റ് പെർമിറ്റ് അപ്രൂവലിൽ സർവീസസിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് ചേഞ്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഴയ ഇത് തന്നെ ആക്കിയിട്ട് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്തെങ്കിലും റിമാർക്കുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇനി വരുന്നത് സെക്കൻഡ് എന്ന് പറയുന്നത് ക്യാപ്ചർ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആണ്. ക്യാപ്ചർ ഫോട്ടോസ് ആൻഡ് വീഡിയോസിൽ നമ്മൾ ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസിൽ ജസ്റ്റ് ആ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 4 സൈഡിൽ നിന്ന് എടുത്ത 4 ഫോട്ടോസാണ്. അപ്പം ഞാൻ 4 ഫോട്ടോസും അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3ാമത്തെ ഇമേജ്, അതുപോലെ തന്നെ 4th സൈഡിൽ നിന്നുള്ള ആ ഒരു ഇത്. പിന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോയും നമ്മുടെ സൈറ്റിലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 MB കുറവായിരിക്കണം നമ്മുടെ വീഡിയോ. ഇനി ഞാൻ 2 MB കുറവായിട്ട് നമ്മുടെ വീഡിയോ സേവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതൊന്നും മാൻഡേറ്ററി തിങ് അല്ല. ജസ്റ്റ് വീഡിയോ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതുപോലെ ഓഡിയോ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് എന്തെങ്കിലും വോയിസ് ആഡ് ചെയ്യണം, അതായത് ഈ രീതിയിൽ മീൻസ് സൈറ്റിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഇതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അവരോട് നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും നമുക്ക് ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതൊന്നും മാൻഡേറ്ററി അല്ല. അറ്റ്ലീസ്റ്റ് ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എങ്കിലും ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പ്ലിന്ത് കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ പ്ലിന്ത് ഓഫ്സെറ്റുകൾ ചിലർ ഇടാറുണ്ട്. ചിലർ ഭിത്തിയുടെ വാളിൻ്റെ സെയിം ലെവലിൽ തന്നെയായിരിക്കും പ്ലിന്ത് നിർത്തുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ പ്ലിന്ത് ഓഫ്സെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വിടാം, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ അപ്പൻഡിക്സ് പി പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഏത് പഞ്ചായത്താണെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയാണ്, എല്ലാ കാര്യങ്ങളും അവിടെ പറയും. അപ്ലിക്കേഷൻ നമ്പർ വരും, പേരുണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, മെയിൽ ID ഉണ്ടാവും. അതായത് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അവിടെ വരും. ഇത് നമുക്ക് റിപ്പോർട്ട് അപ്പൻഡിക്സ് പി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡിക്ലറേഷനിൽ പറയുന്നത് പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ ഓണറിൻ്റെ പ്രസൻസിലാണ് ചെയ്തിരിക്കുന്നതെന്നും അതുപോലെ തന്നെ പ്ലാൻ മീൻസ് പ്ലിന്ത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വെരിഫൈ ചെയ്ത പ്ലാനിനനുസരിച്ചാണെന്നും ചേഞ്ചസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ബിൽഡിംഗ് റൂൾ വയലേറ്റ് ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഡിക്ലറേഷൻ ഐ എഗ്രി എന്ന് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈസൻസിൻ്റെ ഒരു OTP വാലിഡേഷൻ പ്രൊസീജിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് പിങ്ക് കളറിലുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ലൈസൻസിൻ്റെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTPയുടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഗോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഗോ എന്ന് ക്ലിക്ക് ചെയ്തു. OTP വാലിഡേഷൻ ചെയ്യണോ ചോദിക്കുക, യെസ് എന്ന് അടിക്കുക. ഇനി അടുത്തത് നമ്മുടെ ഓണറുടെ സിറ്റിസണിലേക്കാണ്, അതായത് അവരുടെ മൊബൈൽ നമ്പറിലേക്കായിരിക്കും OTP വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർക്ക് ഫോർവേഡ് ചെയ്യണം. ഫോർവേഡ് ടു ഓണർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ഓണറുടെ പ്രൊഫൈലിലേക്ക് പോയിട്ടുണ്ടാവും. ഇനി ഓണറുടെ ലോഗിനിൽ കയറിയിട്ട്, അതായത് സിറ്റിസൺ ലോഗിൻ ചെയ്തിട്ട് വേണം അവിടെയും നമുക്കൊരു OTP വാലിഡേഷൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇതിൽ കാണാം, നമ്മുടെ അപ്ലിക്കേഷനിൽ ഇൻബോക്സിൽ അപ്ലിക്കേഷനിൽ ഫോർവേഡ് ടു ഓണർ എന്നുള്ളതായിരിക്കും സ്റ്റാറ്റസ് കാണുന്നത്. സിറ്റിസൺ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മൈ അപ്ലിക്കേഷൻ എന്നുള്ള ഹെഡിങ്ങിൽ കൺസ്ട്രക്ഷൻ ലെവൽ ഇൻസ്പെക്ഷൻ എന്നുള്ളത് ഒരു ഡ്രാഫ്റ്റായിട്ട് ഫോർവേഡ് ടു ഓണർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസി ആഡ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും, പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് ഇവിടെ കാണാൻ പറ്റും. സൈറ്റ് പ്ലാന്, അതായത് അപ്ലോഡ് ചെയ്ത് കൊടുത്ത എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ സൈഡ് യാർഡുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ്
പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്യാപ്ചർ ഫോട്ടോസ് ആൻഡ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തെടുത്ത ഫോട്ടോസ് കാണാൻ പറ്റും. പ്രൊസീഡ് അടിക്കുക. അപ്പൻഡിക്സ് പി നമ്മൾ ലൈസൻസിൽ ഇതിൽ കണ്ട സെയിം അപ്പൻഡിക്സ് പി കാണാൻ പറ്റും. അതായത് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടാണ്. ജസ്റ്റ് പ്രൊസീഡ് അടിക്കുക. അതിനുശേഷം ഒരു ഡിക്ലറേഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഐ എഗ്രി എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണോ ലൈസൻസിൽ ഇതിൽ കണ്ടത് അതേ സെയിം ഇത് തന്നെയാണ്. അതായത് ഓണറുടെ പ്രസൻസിൽ തന്നെയാണ് പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിക്ലറേഷൻ. ജസ്റ്റ് ഐ എഗ്രി ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. OTP വാലിഡേഷൻ ആണ്. ജസ്റ്റ് മൊബൈൽ നമ്പർ നേർക്കുള്ള ഒരു പിങ്ക് കളർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP വരും ഫോണിലേക്ക്. ആ OTP ടൈപ്പ് ചെയ്ത് ഗോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊസീഡ് ചെയ്യണോ ചോദിക്കും. എസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OTP വാലിഡേഷൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും ലൈസൻസിയുടെ ലോഗിനിൽ വന്നതിന് ശേഷം ഇത് സബ്മിറ്റ് ചെയ്യണം. നമ്മൾ പെർമിറ്റൊക്കെ എടുത്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് റെഡി ടു സബ്മിറ്റ് എന്നാണ് വരേണ്ടത്. പക്ഷെ ഇപ്പോൾ എന്തോ എല്ലാവിടെയും, അതായത് പെർമിറ്റ് എടുക്കുന്ന കേസിലൊക്കെ ഫോർവേഡ് ടു ഓണർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്. ടെക്നിക്കൽ എററാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ നമ്മൾ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബോട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ഓപ്ഷൻ, അതായത് OTP വാലിഡേഷൻ ക്ലയൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ വന്നിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ചെയ്യണോ ചോദിക്കും. എസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ലോക്കൽ ബോഡിയിലേക്ക് പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ്റെ ഇത് പോയിട്ടുണ്ട്. സോ ഒരു അക്നോളജ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, സേവ് ചെയ്യുക. നമ്മൾ ഇൻബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൺസ്ട്രക്ഷൻ ലെവൽ ഇൻസ്പെക്ഷൻ എന്നുള്ളത് സ്റ്റാറ്റസ് അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണും. നമുക്ക് ആക്ഷൻ ബട്ടണിൽ വ്യൂ എന്നും ഫയൽ ട്രാക്കിങ്ങും ഉണ്ട്. ജസ്റ്റ് ഫയൽ ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ എവിടെയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫയൽ ഇരിക്കുന്നത് അനഘ ദിനേഷ് സീനിയർ ക്ലർക്കിൻ്റെ കയ്യിലാണ് നമുക്ക് ഈ ഒരു ഫയൽ ഇരിക്കുന്നത്. ഓരോ ലോക്കൽ ബോഡിയുടെ അനുസരിച്ചിരിക്കും. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഉള്ള പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ബോഡിയിൽ നിന്ന് ഓവർസിയർ വന്ന് നമ്മുടെ സൈറ്റിൽ വന്ന് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ശരിയല്ലേ എന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു കൺഫർമേഷൻ തരണം എന്നാണ്. നമ്മൾ പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഒരു 1 അവറിന് ശേഷം തന്നെ നമുക്ക് ലോക്കൽ ബോഡിയിൽ നിന്നൊരു കോൾ വന്നു. അതായത് പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷനുള്ള ഇത് വേണമെന്നില്ല, ഇനി നേരെ ഒക്യുപ്പൻസിയിലേക്ക് പൊക്കോളൂ എന്നുള്ളൊരു കോളാണ് വന്നത്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ കണ്ടത് റിട്ടേൺഡ് ബൈ ലോക്കൽ ബോഡി എന്നുള്ളതാണ്. അപ്പോൾ ആക്ഷൻസിൽ നമുക്ക് എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തിനാണ് റിട്ടേൺ ചെയ്തതെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കറണ്ട് റിട്ടേൺ നോട്ട് എന്ന് എഴുതിയിരിക്കുന്നത് ഇതാണ്, അപ്ലൈ ഫോർ ഒക്യുപ്പൻസി. അതായത് പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ, അതായത് ഇപ്പോൾ സബ്മിറ്റ് ചെയ്ത ഫയലിന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത് ഇതിൽ കട്ടിങ്ങോ ഫില്ലിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് നേരെ ഒക്യുപ്പൻസി കംപ്ലീഷനിൽ മാത്രം ചെയ്താൽ മതി, പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷൻ വേണ്ട എന്നാണ്. അതിപ്പോൾ ഓരോ ലോക്കൽ ബോഡിയുമായിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷനുള്ള ഒരു ഇൻറ്റിമേഷൻ കൊടുക്കുക. പ്ലിന്ത് ലെവൽ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റിമേഷൻ നിർബന്ധമായിട്ടും കൊടുക്കുക. കാരണം കംപ്ലീഷൻ്റെ സമയത്ത് ഇവരെന്താ പറയുക എന്നുള്ളത് നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം സെൽഫ് സർട്ടിഫൈഡ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലിന്ത് ലെവലിൽ ഇൻസ്പെക്ഷൻ വേണം എന്ന് തന്നെയാണ് റൂൾ പറയുന്നത്. ഇപ്പോൾ ആസ് പെർ റൂൾ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അതുകൊണ്ട് പ്ലിന്ത് ലെവൽ ഇൻസ്പെക്ഷനുള്ള ഇൻറ്റിമേഷൻ കൊടുക്കുക. ബാക്കി ലോക്കൽ ബോഡി എങ്ങനെയാണോ തീരുമാനം എടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കി നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ആഴ്ച കാണാം. താങ്ക് യു.